നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇക്കാലത്ത് നല്ല ഡിമാൻഡുള്ള ഒരു IT മേഖലയാണ് ഡേറ്റ അനലിറ്റിക്സ് എന്നുള്ളത്. IT-യിലെ ഒരു മേഖലയാണ് എന്ന് പറയുമ്പോഴും ഏത് മേഖലയിൽ നിന്നുള്ളവർക്കും ബേസിക് കമ്പ്യൂട്ടർ സ്കില്ലുണ്ടെങ്കിൽ പഠിച്ചെടുക്കാവുന്ന ഒരു അവസരമാണ് ഡേറ്റ അനലിറ്റിക്സ് എന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഈ ഡേറ്റ അനലിറ്റിക്സ്? അത് ഞാൻ വിശദമാക്കാം. അതിന് മുമ്പായിട്ട് ഈ ഡേറ്റ അനലിറ്റിക്സ് പഠിക്കുവാനായിട്ടുള്ള ഒരു നല്ല അവസരം കൂടി ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കാം. അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷനോടെയൊക്കെ ഡേറ്റ അനലിറ്റിക്സ് പഠിക്കുവാനായിട്ട് അവസരം. അമേരിക്കൻ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ ഫീസാകും എന്നൊന്നും പേടിക്കേണ്ടതില്ല. ഇന്ത്യൻ ഫീസിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് അവസരം. അതും വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. ബേസിക് ആയിട്ട് ഈ ഡേറ്റ അനലിറ്റിക്സ് മേഖലയിൽ നിങ്ങൾക്കൊരു ജെന്യൂൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ബേസിക് കമ്പ്യൂട്ടർ സ്കില്ലുണ്ടെങ്കിൽ, എലിജിബിലിറ്റി ഒന്നും പ്രശ്നമാക്കാതെ നിങ്ങൾക്കും പഠിക്കുവാൻ പറ്റുന്ന അവസരം. ഈ ഒരു കോഴ്സിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത്, ഇതിനകത്തുള്ള ക്യാപ്സ്റ്റോൺ പ്രോജക്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പാനാസോണിക് അതല്ലെങ്കിൽ കൊക്കക്കോള പോലെയുള്ള കമ്പനികളുടെയൊക്കെ സഹകരണത്തോടെയാണ്. എന്ന് മാത്രവുമല്ല, ഓൺലൈനിലൂടെയും ഓഫ്ലൈനായിട്ടും ഒക്കെ നിങ്ങൾക്ക് പഠിക്കുവാൻ കഴിയുകയും ചെയ്യും. ഹൈബ്രിഡ് ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ ഈ ഒരു ഡേറ്റ അനലിറ്റിക്സ് പഠിക്കുവാനുള്ള അവസരം, അതും എന്താണ് ഡേറ്റ അനലിറ്റിക്സ് എന്നുമൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ആദ്യം ഈ ഡേറ്റ അനലിറ്റിക്സ് എന്താണ് എന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഈ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഒരു ധാരണ കിട്ടിക്കണം. എന്നാൽ ഈ വീഡിയോ കാണുന്ന ഓരോ ആളും ആരാണ് എന്ന് എനിക്ക് യാതൊരു ധാരണയുമില്ല. നിങ്ങളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവരെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് സഹായകരമായി യൂട്യൂബ് എനിക്കൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. അതിനെ വിളിക്കുന്നതാണ് യൂട്യൂബ് അനലിറ്റിക്സ് എന്നത്. അപ്പോൾ ഈ യൂട്യൂബ് അനലിറ്റിക്സിലൂടെ എനിക്ക് എങ്ങനെ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാം എന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ യൂട്യൂബ് അനലിറ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വ്യൂവേഴ്സ്, ഓഡിയൻസിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് എന്താ, ഇവിടേക്ക് വന്നാൽ എപ്പോഴാണ് നിങ്ങൾ കൂടുതലായിട്ട് എൻ്റെ വീഡിയോയിൽ കാണുന്നതെന്ന് എനിക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. മിക്കവാറും ഒരാഴ്ചയുടെ എല്ലാ ദിവസങ്ങളിലും ആളുകൾ വീഡിയോ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഉച്ച സമയത്ത്, അതായത് ഇത് കണ്ടോ, ഒരു 10 AM രാവിലെ ഒരു 10 കഴിഞ്ഞ് 1 മണി 12 മണി 1 മണി തൊട്ട് കൂടുതലായിട്ട് ആളുകൾ കാണുന്നത് വൈകുന്നേരം 5 മണി വരെയാണ്. പിന്നെ ഒരു 7 മണി മുതൽ 10 മണി വരെയാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ, പിന്നെ രാത്രിയിൽ, ഈ സമയത്താണ് കൂടുതലായിട്ട് ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഈ സമയത്ത് ഞാൻ പബ്ലിഷ് ചെയ്താൽ കൂടുതൽ ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും എൻ്റെ വീഡിയോകളെല്ലാം വൈകിട്ട് 7:30 മണി 8 മണിക്ക് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ വ്യൂവേഴ്സ് എപ്പോഴാണ് കാണുന്നത്, ഇനി എങ്ങനെയായിരിക്കും അവരെൻ്റെ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഏത് ജെൻഡർ, ഏത് ഏജ് ഉള്ളവരായിരിക്കും എൻ്റെ വീഡിയോ കൂടുതൽ കാണുന്നത്? ഫീമെയിൽസ് ആണ് 50.7%, മെയില് 49.3% കാണുന്നത്. ഏത് പ്രായക്കാരായിരിക്കും? 18 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ളവരാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള കണ്ടന്റ് ആയിരിക്കണം ഞാൻ കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ 25 വയസ്സിനും 34 വയസ്സിനും ഇടയിലുള്ളവർ കൂടുതലായി കാണുന്നു. പിന്നെ 45 വയസ്സിനും 54 വയസ്സിനും ഇടയിലുള്ളവർ. ഇന്ത്യൻസ് ആണ് എൻ്റെ വീഡിയോ കൂടുതൽ കാണുന്നത്. ഗൾഫ് കൺട്രീസിലുള്ളവരുമൊക്കെ പൊതുവെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഓഡിയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഇനി അതല്ലെങ്കിൽ എൻ്റെ റവന്യൂ സംബന്ധിച്ചോ അല്ലെ എൻ്റെ കണ്ടന്റ് സംബന്ധിച്ചോ ഉള്ള വിവരങ്ങളൊക്കെ എനിക്ക് ഇവിടെ നിന്നിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ സംബന്ധിച്ചിടത്തോളമുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുക എന്നുള്ളത് ഒരു യൂട്യൂബർ എന്ന നിലയിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നതുപോലെ തന്നെയാണ് ഓരോരുത്തരും അവരുടെ ബിസിനസ്സിനെ കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് അനാലിസിസ് നടത്തി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം അറിയുന്ന പോലെ ഇന്ന് എല്ലാ ബിസിനസ്സുകളും ഒട്ടനവധി ഡേറ്റയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഡേറ്റയിൽ നിന്ന് മീനിങ് ഫുൾ ആയിട്ടുള്ള ട്രെൻഡ്സ് അനലൈസ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് ഈ ഡേറ്റ അനാലിസിസ് ചെയ്യുന്നവരുടെ, അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ലെവലിൽ ഡേറ്റ സയൻറ്റിസ്റ്റുമാരുടെയൊക്കെ വലിയ റോള് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് ഡേറ്റ ഇനോർമസ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഡേറ്റ അനലിറ്റിക്സ് ചെയ്യുന്നവരുടെ വലിയ ഡിമാൻഡുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ച് നിങ്ങൾക്കൊരു ഡേറ്റ അനലിസ്റ്റായി മാറിക്കൊണ്ട് തന്നെ
ഈ സ്ഥാപനങ്ങളുടെ, പ്രത്യേകിച്ച് IT കമ്പനികളുടെയും നോൺ IT കമ്പനികളുടെയും ഒക്കെ ഡേറ്റകൾ അനലൈസ് ചെയ്ത് ഇൻസൈറ്റ്സ് എടുത്ത് നിങ്ങളുടെ മാനേജേഴ്സിന് നൽകുവാനും അതിലൂടെ നിങ്ങളുടെ കമ്പനിക്ക് ഒത്തിരി വളർച്ച നേടുവാനും ഒക്കെ സഹായകരമാക്കി തീർക്കാൻ പറ്റും. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഈ ഡേറ്റ അനലിറ്റിക്സ് പഠിക്കാൻ കഴിയുക? അതിനുള്ള ഒരു നല്ല അവസരം കൂടി ഞാൻ ഇനി ഒന്ന് പരിചയപ്പെടുത്താം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 360 Digi TMG. ഈ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഡേറ്റ അനലിറ്റിക്സ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക്, അതേപോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ, ഇതിൻ്റെയൊക്കെ കൊളാബറേഷനോടെയാണ് ഈ ഒരു പ്രോഗ്രാം ഇവർ അനൗൺസ് ചെയ്തേക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ US-ലെ വാഷിങ്ടൺ DC ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതോടൊപ്പം ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക്, ഇത് US-ലെ ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി സിസ്റ്റമാണ്. ഓർക്കുക, ഇത് ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് പബ്ലിക്, ഇത് US-ലെ ലാർജസ്റ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി സിസ്റ്റമാണ്. അപ്പോൾ ഇവരുടെയൊക്കെ സഹകരണത്തോടെയാണ് ഈ ഒരു പ്രോഗ്രാം ഈ Digi TMG അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പാർട്ട് ടൈം ആയിട്ടും പഠിക്കുവാനായിട്ട് കഴിയും. ക്ലാസ്സുകൾ ഹൈബ്രിഡ് ആയിട്ട് അവൈലബിൾ ആണ്. ലൈവ് ഓൺലൈൻ സെഷനിലൂടെ പഠിക്കാം. ക്ലാസ് റൂമിൽ പോയി പഠിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും അവസരമുണ്ട്. ഏതാണ്ട് 200 hours ഓഫ് ആണ് ഈ കോഴ്സ് ഉള്ളത്. കോഴ്സിൻ്റെ ഹൈലൈറ്റ്സ് ഇവർ സൂചിപ്പിക്കുന്നത് 200 hours ഓഫ് ക്ലാസ്, അത് ക്ലാസ് റൂമിൽ പോയോ ഓൺലൈനിലോട് ഒക്കെ പഠിക്കാം എന്ന് മാത്രമല്ല 100 hours ഓഫ് അസൈൻമെൻറ്റ്സ് ആൻഡ് പ്രാക്ടിക്കൽ ഇതിൻ്റെ ഭാഗമാണ്. 2 ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. ഈ പ്രോജക്റ്റുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊക്കക്കോള അല്ലെ പാനാസോണിക് പോലെയുള്ള കമ്പനികളൊക്കെയാണ്. ലൈഫ് ടൈം ആക്സസ് ടു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, അതുപോലെ ഞാൻ മുമ്പ് സൂചിച്ചതുപോലെ അതാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക്, അതിൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും. ജോബ് അസിസ്റ്റൻസും ലഭ്യമാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. ബേസിക് കമ്പ്യൂട്ടർ സ്കില്ലുള്ള, ബേസിക് ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ് ഒക്കെ ഉള്ള, അത്യാവശ്യം എക്സൽ നോളജ് ഒക്കെയുള്ള ആർക്കും ഇത് പഠിക്കാനായിട്ട് കഴിയും. അതാണ് ഞാൻ സൂചിപ്പിച്ച കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡിഗ്രി കഴിഞ്ഞവർക്ക് മാത്രമല്ല ആർക്കും ഇത് പഠിക്കുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഈ 360 Digi TMG ഒരുക്കുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് പരിശോധിക്കാം. AI ഡ്രിവൺ LMS ലൈഫ് ടൈം ലഭ്യമാവും എന്ന് ഞാൻ സൂചിപ്പിച്ചു. 15 years ഓഫ് എക്സ്പീരിയൻസ്ഡ് ട്രെയിനിങ് ഫാക്കൽറ്റികൾ ആണ്. പ്രത്യേകിച്ച് IIT, ISB, ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്, IM പോലെയുള്ളതിൽ നിന്നുള്ളൊക്കെ ട്രെയിനേഴ്സാണ് ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുക എന്നാണ് സൂചിപ്പിക്കുന്നത്. 50,000-ലധികം പ്രൊഫഷണൽസിന്, അതേപോലെ 10,000-ലധികം സ്റ്റുഡൻസിനെയൊക്കെ ഇവരെ ഓൾറെഡി ട്രെയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവരുടെ ഈ ഒരു ബ്രോഷറിൽ വ്യക്തമാക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഈ ഡേറ്റ അനലിറ്റിക്സ് പഠിക്കുവാനായിട്ടുള്ള ഒരു അവസരം. കരിയർ മെൻറ്റേൺഷിപ്പ് ലഭ്യമാണ്. പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും ഒക്കെ ലഭ്യമാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇത് ആർക്കായിരിക്കും പഠിക്കാനായിട്ട് കഴിയുമോ? ഇവർ പറയുന്നുണ്ട് ഹൂ ഷുഡ് അറ്റൻഡ് എന്നതിൽ ഇവർ പറയുന്നുണ്ട്. അത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആർക്കും പഠിക്കാനായിട്ട് കഴിയും. കാൻഡിഡേറ്റ് ആസ്പയറിംഗ് ടു ബി എ ഡേറ്റ അനലിസ്റ്റ്, അല്ലെങ്കിൽ അനാലിറ്റിക്സ് മാനേജർ, അല്ലെങ്കിൽ അനാലിറ്റിക്സ് പ്രൊഫഷണൽ, ബിസിനസ് അനലിസ്റ്റ്, അല്ലെങ്കിൽ ഡെവലപ്പർ ഇൻ ഡേറ്റ അനലിറ്റിക്സ്, ഇങ്ങനെയൊക്കെയുള്ള താല്പര്യമുള്ള ആർക്കും ഇത് പഠിക്കാനായിട്ട് കഴിയും. സ്റ്റുഡൻസിനും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും മറ്റ് പ്രൊഫഷണൽസും വർക്കിംഗ് പ്രൊഫഷണൽസും ഒക്കെ പഠിക്കാൻ കഴിയും എന്നാണ് സൂചിപ്പിക്കുന്നത്. കോഴ്സിൻ്റെ ഒരു മൊഡ്യൂൾസും ഒക്കെ ഇവർ വളരെ വിശദമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഡേറ്റ അനലിറ്റിക്സ് യൂസിങ് പൈതൺ, ഡേറ്റ അനലിറ്റിക്സ് യൂസിങ് SQL, അതുപോലെ എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനലിറ്റിക്സ്, പവർ BI, ടാബ്ലോ പോലുള്ള ടൂളുകൾ, എക്സലിൻ്റെ തന്നെ അഡ്വാൻസ്ഡ്, R പ്രോഗ്രാമിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ക്ലൗഡ് ഡേറ്റ അനലിറ്റിക്സും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതേപോലെ ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിന് വേണ്ടിയിട്ടുള്ള ചില പഠനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ടോട്ടൽ 304 hours ഓഫ് ലേണിംഗ് ആണ് ഇവിടെ സാധ്യമാകുന്നത്. ഓർക്കുക, ഈ കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ, വാഷിങ്ടൺ DC, അതേപോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക്, ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ, 360 Digi TMGയുടെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ, അതിൻ്റെ ഒരു സ്പെസിമെൻ ഒക്കെ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. ഇതൊക്കെ ലഭ്യമാകും എന്നാണ് സൂചിപ്പിക്കുന്നത്.
ഓർക്കുക, അതാത് റെസ്പെക്റ്റീവ് എക്സാമിനേഷൻസ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം. എന്ന് മാത്രവുമല്ല, പല ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസും ഒക്കെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നേടാൻ കഴിയും എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. ആ കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ഇവരുടെ അലൂമിനികൾ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ വേൾഡിലെ തന്നെ പല പ്രമുഖ കമ്പനികളിലുമൊക്കെ അലൂമിനികളാണ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നും ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഒക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. കോൺടാക്ട് നമ്പറും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ പോയിട്ട് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇതിന്റെ ഫീസും കാര്യങ്ങളും ഒക്കെ ഇവരുടെ ഈ സൈറ്റിൽ നൽകുന്നുണ്ട്. മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അറൗണ്ട് ഒരു 60,000 70,000 ഒക്കെ ഫീസിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ പോയാൽ മേക്ക് ആൻ എൻക്വയറി എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഇവിടെയുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് നൽകിയാൽ ഇവരുടെ ടീമിൽ നിന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി അതല്ല, ഇവരുടെ സൈറ്റിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഇവിടെ ഒരു FAQ സെഷൻ ഉണ്ട്, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡൗട്ടുകൾ, സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഡൗട്ടുകൾക്കുള്ള ഉത്തരങ്ങളും ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഏതായാലും ഇവരുടെ സൈറ്റിലേക്ക് വന്നാൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ നൽകുന്നുണ്ട്. അവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടത്തുന്നത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കില്ല, മറിച്ച് ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ പോലെയുള്ള സിറ്റികളിലായിരിക്കും ഓഫ്ലൈൻ ക്ലാസ്സുകൾ ലഭ്യമാവുക എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഓൺലൈനിലൂടെ തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കുവാനായിട്ടുള്ള അവസരം, ഹൈബ്രിഡ് ആയിട്ട് പഠിക്കുവാനുള്ള അവസരവും ഉണ്ട് എന്നറിയുക. ഏതായാലും ഞാൻ കണ്ടെത്തിയ ഒരു അവസരം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ പോവുക, ഇവരുടെ ബ്രോഷറിൽ പോയി കൃത്യമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് അത് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് ഈ അപ്സ്കില്ലിംഗ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊഴിൽ അന്വേഷകരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയോ ഒക്കെ ജോലി തേടാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.